ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 5 യൂസ്ഫുൾ ഹോം ഹാക്സുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്, നമ്മളിതുപോലുള്ള ഷൂസൊക്കെ പെട്ടെന്ന് പുറത്ത് പോകുന്ന നേരത്തായിരിക്കും അത് ക്ലീൻ അല്ല എന്നുള്ളത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടിപ്പാണത്. അപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ പെൻസിൽ ഇറേസർ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഷൂ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഷൂവും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നതാണ്. അപ്പോൾ നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സിംഗിൾ ടൈം യൂസിനൊക്കെ ആപ്റ്റാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് നെക്സ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് നമ്മൾ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതധികം കട്ടിയില്ലാത്തൊരു ഷോപ്പിംഗ് ബാഗാണ്. ഒരു കോട്ടൺ മിക്സാണ്, പോളി മിക്സ് വരുന്നൊരു ഷോപ്പിംഗ് ബാഗാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലായിരിക്കും നമ്മുടെ ഈ ഒരു ടിപ്പിന് ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഹാൻഡിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. തയ്ച്ചെടുത്താലും അല്ലെങ്കിൽ ഒട്ടിച്ചെടുത്താലും മതിയാകും. നമുക്കൊരു സ്ട്രിങ് അതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളതിലേക്കൊരു സ്ട്രിങ് ആണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഷൂ ലേസ് പോലെയുള്ള ഏതെങ്കിലും സ്ട്രിങ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് സ്റ്റിച്ച് എടുത്താലും മതിയാകും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സ്ട്രിങ് ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്ട്രിങ്ങൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഷൂ ബാഗ് പോലെ ഈ ഒരു ഷോപ്പിംഗ് ബാഗ് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഷൂ ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് എക്സ്ട്രാ ഷൂസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ബാഗൊക്കെ ആക്കിയിട്ട് ഷൂ ബാഗൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ വീട്ടിലുള്ള മിറേഴ്സൊക്കെ എങ്ങനെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ സോപ്പും വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു വാട്ടർ സ്റ്റെയിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് നീറ്റായിട്ട് ജസ്റ്റ് ഒരു വൈപ്പിൽ എങ്ങനെ നീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെയിനും ഒരു വാട്ടർ സ്റ്റെയിനും ഇല്ലാണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാ മിററൊക്കെ നല്ല നീറ്റ്ലി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു വൈപ്പിൽ തന്നെ ഫുൾ ക്ലിയറായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആൻഡ് ടൈം സേവിങ് ടിപ്പാണ്. നെക്സ്റ്റ് ടൈം മിറേഴ്സൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി നമ്മുടെ ഫോർത്ത് ടിപ്പിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ബാംഗിൾസാണ്. അപ്പോൾ ഏത് സൈസിലുള്ള ബാംഗിൾസും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാംഗിൾ യൂസ് ചെയ്തിട്ട് 2 ടൈപ്പിൽ കേർട്ടൺ ടൈ ആണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാങ്കിളിൻ്റെ കൂടെ ഒരു റിബണോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലേസോ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു ടൈയപ്പിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രിങ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഫാൻസി സ്ട്രിങ് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതിലേക്കൊരു ടാസിലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ ത്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എംബ്രോയ്ഡറി ചെയ്യുന്ന ആ ഒരു തിക്കായിട്ടുള്ള ത്രെഡ് വെച്ചിട്ടൊക്കെ നമുക്കൊരു ടാസിലൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സിംഗിൾ ടാസിലാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു മൾട്ടിപ്പിൾ ടാസിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതാ ഞാനിതുപോലെ ആ ഒരു ടാസിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്തിട്ടുള്ള ലേസ് അതിലേക്കൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കർട്ടൺ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഒരു കർട്ടൺ ടൈയും കൂടെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അധികം റിസ്ക് ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അതിലും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ 2 സ്ട്രിങ് എടുത്തിട്ട് 2 സൈഡിലും ഇതുപോലെ ഒന്ന് ഡബിളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡിലും അതുപോലെ കോർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ടൈപ്പ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ വേറൊരു ടാസലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ ഇതാ 2 സൈഡിൻ്റെ ബാംഗിൾസിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ ഭംഗിയുള്ള എന്ത് സ്ട്രിങ്ങോ റിബണോ എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കേർട്ടൺ ടൈസൊക്കെ മാർക്കറ്റിൽ നല്ല പ്രൈസിലാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ബാംഗിളൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ബാംഗിൾ വെച്ചിട്ട് 2 രീതിയിലാണ് കേർട്ടൺ ടൈസൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മുടെ പാഴ്സൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ ഉള്ള ആ ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡായിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു കവർ ഡിസ്കാർഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മിസ്യൂസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഡിസ്കാർഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം ഡിസ്കാർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പേപ്പറിലൊക്കെ ആണെങ്കിൽ നമുക്കത് ചിലപ്പോൾ റിമൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് നീറ്റായിട്ട് പെട്ടെന്ന് തന്നെ ക്ലിയറായി കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്കത് ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്ത് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.